എനിക്ക് ഈ ഹിന്ദി സിനിമയും മലയാള സിനിമയും ഒക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം മലയാള സിനിമയാണ്. അതെനിക്കതെ മലയാള സിനിമയിൽ എനിക്ക് DQ എന്റെ ജീവനാണ്. അയ്യോ DQ ചേട്ടൻ മരിക്കും. ആണ് DQ അതാരോ എന്റെ പൊന്നെ DQ അറിയില്ലേ? DQ എന്ന് പറഞ്ഞാൽ ദുൽഖർ സൽമാൻ. അതെങ്ങനെ ദുൽഖർ സൽമാനാണ്? ഷോർട്ട് ഫോം ആണ് ദുൽഖറിന്റെ. ഷോർട്ട് ഫോമോ? അങ്ങനെയാണ് DS വരണ്ടേ ദുൽഖർ സൽമാൻ? ശ്രദ്ധിക്കണ്ടേ, വ്യാകരണം ശ്രദ്ധിക്കണം. എന്നാലും എന്തോരം നടന്മാരെ കൂടെ ഫോട്ടോ എത്രയോ താരങ്ങളെ ഞാൻ മലയാള സിനിമയിൽ കൈപിടിച്ച് കയറ്റിവിട്ടിരിക്കുന്നു. ആണല്ലേ? പിന്നെ നമ്മുടെ നടി മിയയില്ലേ, മിയെ മലയാള സിനിമയിൽ കൈപിടിച്ച് കയറ്റിയതാരാ? ആരാണ്? ഞാൻ. പിന്നെ തൊടുപുഴ ഒരു സിനിമയുടെ ലൊക്കേഷൻ. ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കാർ വന്ന് നിന്നു. അതിൽ നിന്നൊരു പകച്ച മുഖമായിട്ട് മിയ ഇങ്ങനെ ഇറങ്ങി വരും. പകച്ച മുഖം ആദ്യമായിട്ട് സിനിമ സെറ്റിലേക്കൊക്കെ വരുമല്ലോ, പകപ്പുണ്ടാവില്ല. ഞാൻ ഇങ്ങനെ സ്റ്റെപ്പിന്റെ മുകളിൽ നിൽക്കുന്നു. മിയ ഇങ്ങനെ താഴെ വന്നിട്ട് കൈ ഇങ്ങനെ നീട്ടി. ഞാൻ ആ കൈ പിടിച്ച് നേരെ മുകളിലേക്ക് കയറ്റി വിട്ടു. ചെന്ന വഴി പുള്ളിക്കാരെ ഷോട്ടായിരുന്നു, അഭിനയിച്ചു തുടങ്ങി. ഇപ്പൊ തിരിഞ്ഞു നോക്കാതെ അഭിനയിച്ചു. പിന്നെ ഒരു കാര്യമുണ്ട്, ഗുരുത്തമുള്ള കുട്ടിയാ. എന്നെ എവിടെ വെച്ച് കണ്ടാലും അതാണ് ഇടവഴി കയറിപ്പോക്കളെ മിണ്ടി. അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലോ ഇത്. ഇവർക്ക് അതിനുള്ള കഴിവുണ്ടോന്ന് അറിയണ്ടേ? പിന്നെ ഇവർക്ക് അഭിനയിക്കാൻ ഭയങ്കര കഴിവാണ്. പിന്നെ ഞാൻ പറയുന്നത് മാസ്റ്റർ അറിയാവോ, ഇവൾ എന്റെ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ച് മാറ്റിട്ട് ഞാൻ പൈസ എടുത്തോടെ ചോദിക്കുമ്പോ ഇവളുടെ ഒന്നും അറിയാൻ മേലാത്തൊരു നിപ്പുണ്ട്. എന്നാ അഭിനയാന്നറിയോ? അയ്യോ, ആ അഭിനയല്ലേ ഇവിടെ വേണ്ടത്. പിന്നെ അതായത് പ്രധാനമായിട്ട് 9 രസങ്ങളാണ് ഇതിലുള്ളത്. ഇവിടെ എനിക്ക് ഇതുവരെ ഒറ്റ രസേ തന്നിട്ടുള്ളൂ, തക്കാളി രസം. അതെനിക്ക് തികച്ചു കഴിക്കാൻ പറ്റില്ല. മുഴുവൻ കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ മീശ തട്ടി നിൽക്കുവാണ്. ഓണയ്ക്ക് മുമ്പ് 8 രസത്തിന്റെ റെസിപ്പി മാഷോട് എഴുതി മേടിച്ചു. എന്റെ പൊന്നിയേട്ടാ, അതല്ല ചോറിലൊഴിക്കണ രസമല്ല പറഞ്ഞത്. നമ്മളിങ്ങനെ അഭിനയിക്കില്ലേ, ചിരിക്കുക, കരയുക, ദേഷ്യപ്പെടാ, ഭാവം, അതിനാണ് രസം എന്ന് പറഞ്ഞത്. അതാണ്. പിന്നല്ലാതെ ഭരതമുനി നാട്യശാസ്ത്രത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അറിയാമോ? പറഞ്ഞേക്കുമല്ലോ, വരച്ചേക്കുമല്ലേ. വരച്ചേക്കണം എന്ത്? കളം. ഭരതമുനി ഒരു കളം വരച്ചു. ഞാൻ സത്യത്തെ ആലോചിക്കുകയാണ്, ഈ ഭരതമുനി എന്തിനാണ് കളം വരച്ചത്? ചുമ്മാ ഇരിക്കല്ലേ, നിര കളിക്കാനായിരിക്കും. അതാണ്, ചുമ്മാ ഒന്നുമില്ലാണ്ട് വരയ്ക്കല പുള്ളി. അതായത് പ്രധാനം എന്ന് പറഞ്ഞാൽ ഭാവാഭിനയം. മനസ്സിലായല്ലോ? ഭാവാഭിനയം തൊട്ട് വേണം നമ്മൾ പഠിക്കാൻ. അത് ഞാൻ പഠിപ്പിക്കാം. ഈ അഭിനയത്തിൽ പ്രധാനം എന്ന് പറഞ്ഞാൽ രസം എന്ന് പറഞ്ഞാൽ ശൃംഗാരം. എന്നെ എഴുതി വെച്ചേക്കണ എന്താണ്? ഭാവാഭിനയം. ഇത് പാവാഭിനയം നല്ല എഴുതി വെച്ചേക്കണത്. അതെന്താണെന്നറിയോ? ലിപി തെറ്റിയതാ. ഏത് ലിപിയാണ് നിങ്ങൾ തെറ്റിച്ചത്? ലിപി തെറ്റിയത് അക്ഷരത്തിനാണ് ലിപി എഴുതുന്നതിനാണ് ലിപി എന്ന് പറയുന്നത്. ഒന്നും മിണ്ടാതിരിക്കും ചേട്ടാ, ഞങ്ങൾ പഠിച്ചോട്ടെ, പഠിപ്പിക്കുന്നുണ്ടൂടെ. അപ്പൊ പറഞ്ഞു വന്നത്, രസങ്ങളിൽ പ്രധാനമുള്ള രസമാണ് രാജരസമാണ് ശൃംഗാരം. ശൃംഗാരം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ചേഷ്ടകളും ചെറിയ ഡയലോഗുകളൊക്കെ ഇട്ട് അയ്യോ മീശ. ഇതെവിടെ കിട്ടും ഈ മത്സ്യം? മത്സ്യം? ഈ ബീമത്സ്യം എന്ന് പറഞ്ഞ മത്സ്യം മത്സ്യമല്ല, ബീമത്സ്യം. അതൊരു രസമാണ്. എഴുതി വെച്ചേക്കണ ബീമത്സ്യം എന്നാണ്, കണ്ടില്ലേ? അതെന്നറിയോ? ഇത് എഴുതിക്കൊണ്ട് നമ്മൾ മീൻകാരൻ വന്ന് ഹോൺ അടിച്ചു. അപ്പൊ വായിക്കുമ്പോ ബീമത്സ്യം നിങ്ങൾ വായിച്ചാ മതി. അങ്ങനെ പറ്റും, അത് ഞങ്ങൾ വായിച്ചോളാം. പക്ഷെ ഈ രസത്തിന്റെ കൂട്ടത്തില് നിങ്ങളുടെ ഭാര്യയുടെ പേര് എഴുതി വെക്കേണ്ട ഭാര്യയുടെ പേരോടെ ശാന്ത. അയ്യോ, ശാന്ത അല്ലാത്. പിന്നെ ശാന്തം രസമാണ്. ശാന്തം ശാന്തയുടെ അമ്മിടാൻ മറന്നുപോയി. അമ്മിടാണ്ടാണോ ശാന്തൻ ഇങ്ങനെ കൊണ്ട് നിർത്തുന്നത്? അയ്യോ.